സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും ഏകദിന വാർഷിക പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. 14 പഞ്ചവത്സര പദ്ധതിയുടെ 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് മങ്കര ഗ്രാമപഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും ഏകദിന വാർഷിക പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. പരിപാടി മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. രൂപീകരണം നടത്തി ജനുവരി 18 മുമ്പ് നമുക്ക് അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. നമുക്കൊക്കെ അറിയാം, രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നിർത്തിവെക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഒരു 2-3 മാസക്കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആ 2-3 മാസക്കാലം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടപ്പിലാക്കുന്നത്. ഒപ്പം തന്നെ പതിവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നമുക്കറിയാം, സാധാരണ വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേരുമ്പോൾ, ജനകീയാസൂത്രണ പദ്ധതി വന്നതിന് ശേഷം വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേരുമ്പോൾ നമ്മൾ 13 ഗ്രൂപ്പുകളാക്കി തിരിയുന്നു. ആ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ക്രോഡീകരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള നടപടികളുമായി ഭരണസമിതികൾ മുന്നോട്ട് പോകും. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൊച്ചുനാരായണി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 2024-25 ലഭിക്കാനിരിക്കുന്ന ബഡ്ജറ്റ് പ്രൊവിഷനും ഇതിനോടകം ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളുടെ അവസ്ഥാ വിശകലനവും വരും വർഷത്തെ കാഴ്ചപ്പാടുകളും സംബന്ധിച്ച് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് വിശദീകരിച്ചു. തുടർന്ന് വിഷയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ കണ്ടെത്തുകയും ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് കൺവീനർമാരായ നിർവഹണ ഉദ്യോഗസ്ഥർ അവതരിപ്പിക്കുകയും ചെയ്തു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിത്തു, വാർഡ് മെമ്പർമാരായ അനിത, വിനോദ്, രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. കില ഫാക്കൽറ്റിമാരായ ബാലകൃഷ്ണൻ, നൂർജഹാൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര. തിരുവാതിര വ്രതം നോറ്റും പ്രാദേശിക തനിമയെ ചേർത്ത് പിടിച്ചും തിരുവാതിര ആഘോഷമാക്കി മലയാളികൾ. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര വ്രതം നോറ്റും പ്രാദേശിക തനിമയെ ചേർത്ത് പിടിച്ചും തിരുവാതിര ആഘോഷമാക്കി മലയാളികൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ശിവപാർവതി പ്രധാനമായ ആഘോഷമാണ് തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ഉത്സവം. ശൈവരുടെ പ്രധാന ആഘോഷങ്ങളിലും വ്രതങ്ങളിലും ഉൾപ്പെട്ട ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിര. ശിവക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം അതിപ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. പാർവതി സങ്കല്പമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും ഇത് പ്രധാനമാണ്. വ്രതങ്ങളിൽ വെച്ച് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര വ്രതം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ധാരാളം ആളുകൾ തിരുവാതിര വ്രതം എടുക്കാറുണ്ട്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഈ ദിവസം പരമശിവന്റെ പിറന്നാളായതുകൊണ്ടാണ് അന്ന് തിരുവാതിര ആഘോഷം നടത്തുന്നത്. കൂടാതെ ശിവപാർവതി വിവാഹം നടന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ദിവസം എന്നാണ് വിശ്വാസം. ശിവപ്രധാനമാണെങ്കിലും ആദിപരാശക്തിയായ പാർവതി ദേവിക്ക് സവിശേഷ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തിരുവാതിര ആഘോഷവും വ്രതവും നടക്കാറുള്ളത്. ഡിസംബർ 15-നും ജനുവരി 15-നും ഇടയ്ക്കായിട്ടാണ് തിരുവാതിര വരുന്നത്. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കാൻ വേണ്ടിയും തിരുവാതിര വ്രതം എടുക്കുന്നു. പാർവതി ദേവിയെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിന് മുൻപ് കുളത്തിൽ പോയി തിരുവാതിര പാട്ടുപാടി തുടിച്ചു കുളിക്കൽ, നോയമ്പ് നോൽക്കൽ, നാമജപം, തിരുവാതിരക്കളി, ഉറക്കമൊഴിപ്പ്, എട്ടങ്ങാടി വെച്ച് കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ, ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ. ഒരു പെണ്ണിനെ വേൾപ്പാനായി നാഥനെഴുന്നള്ളും നേരത്തിങ്കൽ ഭൂതങ്ങളെ കൊണ്ടകമ്പടി കൂട്ടിട്ടു കാളമേലേറി നമഃ ശിവായ. കല്ലോത്ത തിരുമേനിയും നിന്റെ പിച്ചക്കാളികളും
കാണുമാറാകണം. ഒന്നല്ലോ കന്യക പല നട്ടു പലക്കീല വന്നു വന്നു കവന്നു. ശിവപാർവതി പ്രധാനമായ ക്ഷേത്രങ്ങളിൽ ഉത്സവം, തിരുവാതിരക്കളി, ഉമാമഹേശ്വര പൂജ, മറ്റ് വിശേഷാൽ പൂജകൾ, പൊങ്കാല എന്നിവയൊക്കെ ഈ അവസരത്തിൽ നടക്കാറുണ്ട്. ക്ഷേത്ര ദർശനത്തിന് അതീവ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണിത്. മകയിരം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് അല്ലെങ്കിൽ പങ്കാളിക്ക് വേണ്ടിയും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇഷ്ടവിവാഹം, ഉത്തമ ദാമ്പത്യം, കുടുംബ ഐശ്വര്യം, മക്കളുടെ അഭിവൃദ്ധി, അപകടമുക്തി, ദുഃഖവിമോചനം, രോഗമുക്തി, ദീർഘായുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. രേവതി നാളിലാണ് തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. പണ്ടൊക്കെ ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും ഒരു തറവാട്ട് മുറ്റത്ത് ഒത്തുചേർന്നിട്ടായിരുന്നു തിരുവാതിര ആഘോഷിച്ചിരുന്നത്. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ ആഘോഷം ചുരുക്കം ചില കുടുംബങ്ങളിലും ശിവപാർവതി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു. തിരുവാതിര ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. ഇന്ദ്രദേവാദികൾ പാലാഴി മഥനം നടത്തിയപ്പോൾ നാഗരാജാവ് വാസുകിയുടെ വായിൽ നിന്ന് പുറത്തുവന്ന കാളകുട വിഷം ഭൂമിയിൽ വീണ് ഭൂമി നശിക്കാതിരിക്കാൻ ദേവന്മാർ ശിവനോട് സഹായം അഭ്യർത്ഥിക്കുകയും അതനുസരിച്ച് വിഷം വിഴുങ്ങിയ ശിവന് കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ പാർവതി ദേവി ശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ചതിൽ നിന്നാണ് തിരുവാതിര ആഘോഷത്തിൽ ഉറക്കമൊഴിക്കൽ വന്നതെന്നൊരു വിശ്വാസവുമുണ്ട്. എന്നാൽ ഇത് പ്രധാനമായും ശിവരാത്രി ആഘോഷത്തിന്റെ പിന്നിലുള്ള കഥയായും വിശ്വസിക്കപ്പെടുന്നു. പരമശിവനും ശ്രീപാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാളാണ് ധനുമാസത്തിലെ തിരുവാതിരയെന്നും ഐതിഹ്യമുണ്ട്. വീളിത്തെല്ലാണിയുന്ന തമ്പൂരാന്റെ മകനൊറ്റ കൊമ്പനുണ്ണി തമ്പൂരാൻ കുമ്പിടുന്നേൻ ഞാൻ തതേത അമ്പിളിത്തെല്ലാണിയുന്ന തമ്പൂരാന്റെ മകനൊറ്റ കൊമ്പനുണ്ണി തമ്പൂരാനെ കുമ്പിടുന്നേൻ ഞാൻ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ബേർഡ് സ്കൂളിൽ വിപുലമായ പരിപാടികളോടുകൂടി ക്രിസ്മസ് ആഘോഷം നടന്നു. ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ട് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ 2022 നവംബർ 1 മുതൽ നമ്മളെ ബഡ്സ് പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇതിൻ്റെ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പഞ്ചായത്ത് ചെലവ് ചെയ്യണതിൻ്റെ ഗുണം കിട്ടണം എന്ന താല്പര്യത്തോടു കൂടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി ഇത് വിപുലപ്പെട്ട മേഖലയിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ക്രിസ്മസും അതുപോലെ ഹാപ്പി ന്യൂ ഇയറൊക്കെ ഒരു സന്തോഷകരമായ പുതിയ വർഷം നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രകാശൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ ഓക്സ്ഫോ മീറ്റ് സംഗമം നടന്നു. കുടുംബശ്രീ യുവനിരയായ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സംഗമം ഓക്സ്ഫോ മീറ്റ് ജില്ലാതല ഉദ്ഘാടനം ചാലിശ്ശേരി CDSൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി നിർവഹിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനി വിനു, കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK ചന്ദ്രദാസ്,
CDS ചെയർപേഴ്സൺ ലത, സൽഗുണൻ ചാലിശ്ശേരി, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പുരുഷോത്തമൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ചിന്നു മാനസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ ബ്ലോക്ക് തല കേക്ക് മേളയുടെയും തിരുവാതിര ഫെസ്റ്റിന്റെയും ഉദ്ഘാടനവും നടന്നു. ജില്ലയിലെ 97 CDSകളിലും ഓക്സോ മീറ്റ് ഉദ്ഘാടനം നടന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ 104 നമ്പർ അംഗൻവാടിയിൽ വിവിധ പരിപാടികളോടുകൂടി വിപുലമായി ക്രിസ്തുമസ് ആഘോഷിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ 28-ാം വാർഡ് JK നഗറിലെ 104-ാം നമ്പർ ഭാരതപ്പുഴ അംഗൻവാടിയിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷിച്ചു. ക്രിസ്മസ് ആഘോഷ പരിപാടികൾ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ രൂപ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കർ ബേബി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ALMC അംഗങ്ങളായ മുരളി മോഹൻ, വിജയകുമാർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മുറിക്കലും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ഒറ്റപ്പാലം LSN ഹയർ സെക്കൻഡറി സ്കൂളിൽ ജെൻഡർ സ്റ്റഡീസ് എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് വിജയരാജ മല്ലിക വിഷയാവതരണം നടത്തി. സെക്സും ജെൻഡറും രണ്ടാണെന്നും സെക്സ് ഐഡന്റിറ്റി ആണ് ജെൻഡറിനെ നിർണ്ണയിക്കുന്നത് എന്ന തെറ്റായ ധാരണയാണ് പലപ്പോഴും സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന ചിന്തയ്ക്ക് വഴിവെക്കുന്നത്. ജെൻഡർ എന്ന വാക്കിൽ സെക്സിന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. ലിംഗസമത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലിംഗത്തെയും സമത്വത്തെയും കുറിച്ച് കൃത്യമായ അവബോധമുണ്ടാവണമെന്ന് ശാസ്ത്രപൂരം 2022ന്റെ ഭാഗമായി ലിംഗസമത്വം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശസ്ത ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് വിജയരാജ മല്ലിക പറഞ്ഞു. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റിയാണ്. അപ്പോൾ അവിടെ പലപ്പോഴും പറയും സ്ത്രീയും പുരുഷനും തുല്യരല്ല, അവരുടെ തുല്യതയ്ക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ. ഇത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്? കാരണം നമ്മളുടെ തെറ്റായ ധാരണ എപ്പോഴും നമ്മുടെ സെക്സാണ്, നമ്മളുടെ സെക്സ് ഐഡന്റിറ്റിയാണ് നമ്മുടെ ജെൻഡർ നിർണ്ണയിക്കുന്നത് എന്നുള്ളൊരു മിഥ്യാബോധം ഉള്ളത് കൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു സെക്സും ജെൻഡറും രണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഓർമ്മയില്ലേ, എന്ത് ചിക്കൻ റോളിൽ ചിക്കന് വലിയ റോളില്ല എന്ന് പറയുന്ന പോലെ തന്നെ ജെൻഡർ എന്ന വാക്കിൽ സെക്സ് എന്ന വാക്കിന് വലിയ റോളുകളൊന്നുമില്ല. ചെറിയ റോളുണ്ട്, അതിലേക്ക് വലിയ റോളുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ ജെൻഡർ എന്താണെന്നും ഇക്വാളിറ്റി എന്താണെന്നും നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞിരിക്കണം. പുരുഷനാണോ എന്നുള്ള നിങ്ങളുടെ സെക്സ് നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള നിങ്ങളുടെ ജെൻഡർ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ മീശയല്ല. ഇനി ചില പെൺകുട്ടികൾക്ക് മീശ ഉണ്ടാവാം, അവർ ജീവിതകാലം മുഴുവനും ഈ പഴി കേൾക്കുന്നുണ്ട്. ആണ് പെണ്ണ് അല്ലെങ്കിൽ പെണ്ണാണ്, നീ ഇപ്പോൾ പെണ്ണല്ലേ പിന്നെ മീശ വെച്ചോണ്ട് വരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കുന്നുണ്ടാവാം. അവർക്ക് ചിലപ്പോൾ PCOD എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. PCOD ഉള്ള പെൺകുട്ടികളായിരിക്കാം, സ്ത്രീകളായിരിക്കാം. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ചില ഹോർമോൺ വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടോ അല്ലാതെയോ മീശ പൊന്തിന്ന് വരാം. അത് കഴിഞ്ഞ് അവർ പ്രസവിക്കുന്നുണ്ട്, കുട്ടികളുണ്ടാകുന്നുണ്ട്, കുടുംബം നയിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില പുരുഷന്മാർക്ക് 10-75 വയസ്സായാലും മീശ ഉണ്ടാവില്ല. ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു നടന് മീശയുണ്ട്, ഏതെങ്കിലും ഹൃതിക് റോഷൻ മീശയുണ്ട്, ഷാറുഖ് ഖാൻ മീശയുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ, സാരില്ല. ഷാറുഖ് ഖാൻ മീശയുണ്ട്, സൽമാൻ ഖാൻ മീശയുണ്ട്. അത് കരുതി അവർ ആരും ആണുങ്ങളാകാതെയുണ്ട്. ആ കുട്ടി പറയണം അമിതാഭ് ബച്ചൻ മീശയുണ്ടോ എന്നോട് ചോദിക്കും. നല്ല കുട്ടി ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. എന്നിട്ട് അവരാരും ആണുങ്ങളല്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മീശയോ അല്ലെങ്കിൽ മറ്റ് ശാരീരികമായിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ല, മറിച്ച് ഒരു വ്യക്തിക്ക് സ്വയം താൻ എന്താണെന്ന് തോന്നുന്നോ അതാണ് ആ വ്യക്തിയുടെ ജെൻഡർ എന്ന് പറയുന്നത്. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ബീവറേജസ് കോർപ്പറേഷനിൽ നടന്നത് റെക്കോർഡ് വിൽപ്പന. സംസ്ഥാനത്ത് ക്രിസ്മസിന് റെക്കോർഡ് മദ്യവിൽപ്പന.
ഏറ്റവും കൂടുതൽ വിൽപ്പന ചാലക്കുടി ഔട്ട്ലെറ്റിലാണ്. 3 ദിവസം കൊണ്ട് ബെവ്കോ വഴി വിറ്റത് 184.77 കോടി രൂപയുടെ മദ്യം. ക്രിസ്മസ് ദിനത്തിൽ മാത്രം 70.73 കോടി രൂപയുടെ മദ്യം വിറ്റുപോയി. കഴിഞ്ഞ വർഷം ഇത് 69.55 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. 22-23 തീയതികളിൽ ഇത്തവണ 84.04 കോടി രൂപയുടെ മദ്യവിൽപ്പനയുണ്ടായി. അതേസമയം കഴിഞ്ഞ വർഷം 75.45 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കണക്കനുസരിച്ച് നിലവിൽ ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നത് ചാലക്കുടിയിലെ ഔട്ട്ലെറ്റിലാണ്. രണ്ടാം സ്ഥാനം ചങ്ങനാശ്ശേരിയിലാണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് ദിനത്തിൽ മാത്രം വിറ്റത് 89.52 കോടി രൂപയുടെ മദ്യമാണ്. മദ്യവിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് റമ്മാണ്. കൊല്ലം ആശ്രാമത്തെ ബെവ്കോ ഔട്ട്ലെറ്റാണ് 68.48 ലക്ഷം രൂപയുടെ മദ്യം വിറ്റത്. രണ്ടാമത് തിരുവനന്തപുരത്തെ പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റ് വിൽപ്പന 65.07 ലക്ഷമായിരുന്നു. മൂന്നാം സ്ഥാനത്ത് ഇരിങ്ങാലക്കുടയിലെ ഔട്ട്ലെറ്റാണ്. വിൽപ്പന 61.49 ലക്ഷം. ബീവറേജസ് കോർപ്പറേഷന് 267 ഔട്ട്ലെറ്റുകളാണുള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. റേഷൻ കടകളിൽ QR കോഡ് സംവിധാനം നിർബന്ധമാകുന്നു. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് ഭക്ഷ്യധാന്യത്തിന്റെ പണം നൽകാനുള്ള സൗകര്യം എല്ലാ റേഷൻ കടകളിലും നിലവിൽ വരുന്നു. പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റലാക്കാൻ ഭക്ഷ്യവകുപ്പാണ് നടപടി തുടങ്ങുന്നത്. റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ നൽകുന്ന അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചാണ് ഡിജിറ്റൽ ഇടപാട്. സംസ്ഥാനത്ത് 14,145 കടകളാണുള്ളത്. അതിൽ 40% കടകളിൽ വ്യാപാരികൾ സ്വന്തം നിലയ്ക്ക് ഡിജിറ്റൽ ഇടപാടിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ നേരിട്ട് പണം വാങ്ങുകയാണ്. QR കോഡിന്റെ സ്റ്റിക്കർ കടകളിൽ പതിച്ചാൽ മാത്രം മതി. അധിക ചെലവൊന്നും വരാത്തതിനാൽ പദ്ധതി താമസിയാതെ നടപ്പാക്കും. ഡിജിറ്റൽ ഇടപാട് വന്നാലും പണം സ്വീകരിച്ചും റേഷൻ വിതരണം തുടരും. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഭക്ഷ്യവകുപ്പ് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഹരിത സാന്റയുമായി കുലുക്കല്ലൂർ ഹരിത കർമ്മസേന. വേറിട്ട ക്രിസ്മസ് ആഘോഷവുമായി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന. കുലുക്കല്ലൂർ ALP സ്കൂളിലാണ് ഗ്രീൻ സാന്റ അറ്റ് സ്കൂൾ ആൻഡ് സ്ട്രീറ്റ് ക്യാമ്പയിനുമായി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന ആഘോഷത്തിനെത്തിയത്. ഗ്രീൻ സാന്റ വിദ്യാർത്ഥികളുടെ ഒപ്പം ക്രിസ്തുമസ് ആഘോഷിക്കുകയും ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും മാലിന്യ സംസ്കരണത്തിൽ ബോധവൽക്കരണം നൽകി മാലിന്യം വേർതിരിക്കേണ്ട ആവശ്യകത വ്യക്തമാക്കുകയും ചെയ്തു. സ്കൂളിലെ ആഘോഷങ്ങൾക്ക് ശേഷം ഗ്രീൻ സാന്റയും ഹരിത കർമ്മസേനാംഗങ്ങളും കാൽനടയായി മുളയങ്കാവ് ടൗണിലെത്തി വ്യാപാരികളെ സന്ദർശിച്ച് മാലിന്യം ഹരിത കർമ്മസേനയ്ക്ക് കൈമാറേണ്ടതിന്റെ ആവശ്യകത വിശദീകരിച്ചു. പരിപാടി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. രമണി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ജനപ്രതിനിധികൾ, അധ്യാപകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളുമായി സംയോജിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മുന്നൂർക്കോട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണവും പ്രതിജ്ഞയും എടുത്തു. പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അജിത് കുമാർ, പ്രിൻസിപ്പൽ ലതികകുമാരി, ഹെഡ്മിസ്ട്രസ് വിജയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ AK സുരേഷ്, VK വിനോദ്, സ്കൂൾ ഹെൽത്ത് നഴ്സ് രഞ്ജിനി, മുൻ പ്രസിഡന്റ് K ജയദേവൻ, അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. GHSS മുന്നക്കോട് സ്കൂളിലെ വിദ്യാർത്ഥികളായ ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പുകയില ഉൽപ്പന്നങ്ങളും
മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. സ്കൂൾ പരിസരങ്ങളിലോ സമീപ പ്രദേശങ്ങളിലോ പുകയിലയുടെ ഉപയോഗം കണ്ടെത്തിയാൽ അക്കാര്യം സ്കൂളിലെ പ്രധാന അധ്യാപകനെയോ അധ്യാപകരെയോ അറിയിക്കാനും ഞാൻ സന്നദ്ധനാണ്. ചരിത്രത്തിൽ ഇന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ ഓർമ്മ ദിനം. മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റാണ് മലയാറ്റൂർ എന്നറിയപ്പെട്ടിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ. കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. നോവലിസ്റ്റും ചെറുകഥാകൃത്തും IAS ഓഫീസറുമായിരുന്നു അദ്ദേഹം. വേരുകൾ, യന്ത്രം, യക്ഷി, എൻ്റെ IAS ദിനങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ. പാലക്കാട് ജില്ലയിൽ പുതിയ കൽപ്പാത്തിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. KV രാമകൃഷ്ണൻ അയ്യർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. KR വിശ്വനാഥ് അയ്യരും ജാനകി അമ്മാളുമായിരുന്നു മാതാപിതാക്കൾ. തിരുവനന്തപുരം, മൂവാറ്റുപുഴ, കൊല്ലം, തിരുവല്ല, പെരുമ്പാവൂർ എന്നിവിടങ്ങളിലായി അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1944 ആലുവ UC കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് ജയിച്ചു. 1946 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവും ഐച്ഛികമായി എടുത്ത് BSc ജയിച്ച മലയാറ്റൂർ അതിനുശേഷം ഏതാനും മാസം ആലുവ UC കോളേജിൽ ഇംഗ്ലീഷ് ട്യൂട്ടറായി. 1949 തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും BL ബിരുദം നേടി. അദ്ദേഹം വക്കീലായി പ്രാക്ടീസ് തുടങ്ങി. ചിത്രകാരൻ എന്ന നിലയിലും പ്രസിദ്ധനായിരുന്നു. 1952 PT ഭാസ്കര പണിക്കർ, EMJ വെണ്ണിയൂർ എന്നിവർക്കൊപ്പം ചിത്രകലാ പരിഷത്ത് ആരംഭിക്കാൻ മലയാറ്റൂരും നേതൃത്വം നൽകി. നോവൽ, തിരക്കഥ, കാർട്ടൂൺ തുടങ്ങിയ ബഹുമുഖ മേഖലകളിൽ വ്യാപിച്ചു നിൽക്കുന്നതാണ് മലയാറ്റൂരിൻ്റെ സർഗാത്മക ജീവിതം. തുടക്കമൊടുക്കം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേരുകൾ എന്ന പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും യന്ത്രം എന്ന പുസ്തകത്തിന് വയലാർ പുരസ്കാരവും ലഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.